എനിക്കിപ്പോഴാണ് മനസ്സിലായത്. അപ്പൊ എന്തായാലും സാഹചര്യത്തിന്റെ സമ്മർദ്ദം മൂലം വരാൻ പറ്റില്ല. പക്ഷെ സാഹചര്യത്തിന്റെ സമ്മർദ്ദങ്ങളൊക്കെ തടഞ്ഞു മാറ്റി ഞാൻ എന്തായാലും തിരികെയാണ്. അപ്പൊ എന്തായാലും ഇന്ന് മൺഡേ പുതുവി ഇങ്ങനെ ആരംഭിക്കുകയാണ്. അതേപോലെ ഈ കാലഘട്ടത്തിൽ സൺഡേയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. പക്ഷെ നമ്മുടെ കണക്കിൽ എപ്പോഴും മൺഡേ ആയിരിക്കുള്ളൂ. വീക്കെൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? സൺഡേ നമ്മൾ പഠിക്കുന്ന സൺഡേ മൺഡേ ക്രിസ്റ്റ് അങ്ങനെയൊക്കെ ആണെങ്കിൽ ഞങ്ങൾക്ക് മൺഡേ ക്രിസ്റ്റ് വെനസ്ഡേ അങ്ങനെയായി ഞങ്ങളുടെ ജീവിതം. അതെ, അപ്പൊ നമ്മളത് മാറ്റിക്കുറിക്കേണ്ട സമയം നമ്മൾ മാത്രമല്ല, എല്ലാവരും അങ്ങനെയാണ്. അത് അങ്ങനെയാണ്. സ്കൂളും ലീവ് ഒക്കെ ലീവ്, മൺഡേ ആണ് നമ്മുടെ ഫസ്റ്റ് ഡേ. അപ്പൊ എങ്ങനെയാണോ നിങ്ങളുടെ മൺഡേ, ഐ മീൻ ഒക്ടോബർ പകുതിയായി സെലിബ്രേഷൻ ഫെസ്റ്റിവൽസിന്റെ വീക്കാണ്. എല്ലാരും ദീപാവലിയുടെ ഒരു ആഘോഷ വൈപ്പിലായിരിക്കും നടക്കുന്നത് വിചാരിക്കണം. അങ്ങനെ എല്ലാവരുടെയും മൺഡേ ബ്ലൂസും ഈ ചടഞ്ഞിരിക്കലൊക്കെ ഒന്ന് മാറ്റി എല്ലാവരും ഗെറ്റപ്പ് അടിച്ചു പൊളിച്ച് വൈബായിട്ട് ചാടി നിൽക്കാൻ വേണ്ടി പറ്റട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് ഫസ്റ്റ് സെറ്റ് ഓഫ് വിഷസ് അങ്ങ് വായിച്ച സ്ഥിതിക്ക് ഇന്ന് എല്ലാവർക്കും വേണ്ടിയാണ് നമ്മൾ ഫസ്റ്റ് പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അടിപൊളിയാണ്, ഭയങ്കര ഭംഗിയായിരുന്നു ഈ പടത്തിൽ. ഈ സിനിമയുടെ ടോട്ടൽ എനിക്ക് തോന്നുന്നു 3 or 4 ഹെയർ സ്റ്റൈല് കംപ്ലീറ്റ് ആയിട്ട് മൂവിയിൽ ഓരോ ഫേസിലും ഓരോ ഹെയർ സ്റ്റൈൽ ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒക്കെ നല്ലതായിരുന്നു തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും അങ്ങനെ ഇരിക്കെ നമുക്ക് നമ്മുടെ അടുത്തൊരു കോളറിലേക്ക് പോകേണ്ട സമയത്തിന്റെ ആരോ വന്നിട്ട് നോക്കാം. ഹലോ ഗുഡ് മോർണിംഗ്. ആരാണ് സംസാരിക്കുന്നത്? അനീഷ്, എന്തൊക്കെയുണ്ട് വിശേഷം? മഴയുണ്ട്, ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്നുണ്ട് ഇവിടെ. അവിടെ എന്താണ് മഴയുടെ അവസ്ഥ? ഇന്നലെ നൈറ്റില് ഭയങ്കര മഴയായിരുന്നു. എന്റെ അച്ഛനും അനിയനും ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് പോയിട്ട് 2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് തിരിച്ചെത്തുന്നു. മഴ നിൽക്കാനായിട്ട് മഴയായിരുന്നു പറഞ്ഞു. ഓർക്കാപ്പുറത്ത് അതേപോലെയായിരുന്നു അവിടെയും. അതാണ് മനസ്സിലാവുന്നില്ല. മഴയൊന്നും ചോദിക്കണം, എങ്ങനെ വാട്സാപ്പിൽ ചോദിക്കണം, ഇൻസ്റ്റാഗ്രാമിൽ ചോദിക്കണം, ഇനി പണ്ടത്തെ പോലെ കത്തെഴുതി ചോദിക്കണോ എന്നുള്ളൊരു ഞങ്ങൾ എങ്ങനെയാണ് അഡ്രസ്സിൽ ഇട്ട് കത്തെഴുതാനാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. മഴയുടെ അടുത്ത് എന്താണ് ഇവർക്ക് വിചാരം എന്നുള്ളത് അല്ലേ? ഇത് കേൾക്കുമ്പോഴേ വണ്ടിക്കുറത്തിന്റെ ഒരു പാട്ട ഓർമ്മയല്ലേ? മഴ കേട്ടിട്ടുണ്ടോ? പക്ഷെ തെളിയുന്നില്ലല്ലോ, ഫുൾ മഴയല്ലേ. എപ്പോഴും മഴ പെയ്യുന്ന പറയാൻ പറ്റുന്നില്ലല്ലോ. ഈ മാസം കൂടി മഴ പെയ്തിട്ട് അടുത്ത മാസം തെളിഞ്ഞാൽ ഓക്കെ ആണെന്നല്ലേ? ഒരു എപ്പോഴും ഒരു കുഞ്ഞു മഴ പ്രളയത്തിനെ സൂചിപ്പിക്കുന്നു, സമാധാനത്തിനെ സൂചിപ്പിക്കുന്നു. ആ മഴ നന്നായി പെയ്താൽ അത് ഭീകരമാണ്, അല്ലെ? അത് ഞാൻ പറയട്ടെ, ഈ ചെറിയ പക്ഷെ ഇപ്പൊ നമ്മൾക്ക് ഉണ്ടായിട്ടുള്ള എക്സ്പീരിയൻസ് ഒക്കെ വെച്ചിട്ട് 2 ദിവസം നിൽക്കാതെ മഴ പെയ്താൽ നമുക്കൊരു നെഞ്ചെടുപ്പാണ് സത്യം പറഞ്ഞാൽ. തമിഴ്നാട്ടിലൊക്കെ ഒരു എൻജോയ് ചെയ്യുന്ന ഒരു പറ്റും ആൾക്കാരുണ്ടെങ്കിലും ഒരു സൈഡിലുള്ള ആൾക്കാർ ഭീതിയിലാണ്, ഭയങ്കര ഭീതിയിലാണ്. ഇത് എപ്പോഴാ നിൽക്കുക, ബാക്കി എന്തെങ്കിലും ലൈഫ് ഒരു ദിവസം കൊണ്ടാണ് മാറി മറിഞ്ഞു പോകുന്നത്. ആ ഒരു കാര്യത്തിൽ എല്ലാവരും ഇങ്ങനെ നടക്കലേ എന്തോ ടച്ച് വുഡ് നമ്മുടെ നാട്ടില് ഇപ്രാവശ്യം വലിയ പ്രശ്നങ്ങളൊന്നും കുറച്ച് ഡ്രെയിനേജ് സിസ്റ്റവും വാട്ടർ ഫ്ലോ സിസ്റ്റവും എല്ലാം കുറച്ച് ബെറ്റർ ആയി കഴിഞ്ഞാൽ പണ്ടത്തെ പോലെ വീണ്ടും എൻജോയ് ചെയ്യാനായിട്ടുള്ള ഭീതി ഇല്ലാതെ എൻജോയ് ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു അല്ലേ? അപ്പൊ എന്തായാലും ഇനിയുണ്ട് എനിക്ക് 2 മാസം, എനിക്ക് 1 മാസം 1.5 മാസം ഡേറ്റ് നമ്മള് പറയുന്ന എല്ലായിടത്തും നമ്മള് സൂര്യ മ്യൂസിക് പ്രേക്ഷകരുടെ അപേക്ഷ മാറ്റി ഫ്രണ്ട് ഡയറക്ടറോട് പറയുന്നു, നിങ്ങളുടെ താലി കെട്ടുന്ന ആ മൂവ്മെന്റ് സൂര്യ മ്യൂസിക് എല്ലാവരും കൂടി അറ്റൻഷൻ പ്ലീസ്. ഇപ്പോൾ വലിയ റിക്വസ്റ്റ് ഒന്ന് വന്നിട്ടുണ്ട് കേട്ടോ, ഒന്നുകൂടി പറയോ? ആ ഒരു താലി കെട്ടുന്ന മൂവ്മെന്റ് മാത്രം ലൈവ് നയൻതാര നമുക്ക് നെറ്റ്ഫ്ലിക്സിൽ കൊടുക്കുവാണ് ഞങ്ങളുടെ കല്യാണം. അത് നല്ലൊരു ഐഡിയ ആയിരുന്നു ഹരീഷേട്ടൻ നടന്നത്. നമ്മളത് പരിഗണിക്കുന്നതായിരിക്കും. നമ്മളിവിടെ ഞങ്ങൾ പരിഗണിക്കും, പക്ഷെ ഇവര് പരിഗണിക്കുന്നത് ഇല്ല. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ ഹൈലൈറ്റ്സും വീഡിയോസും റീൽസും ഒക്കെ ഇടും, തീർച്ചയായിട്ടും ഇടും. അത് നിങ്ങളുടെ നമ്മുടെ ഒരു ഹാപ്പി മൊമെന്റ് ഷെയർ ചെയ്യാന്നുള്ളതാണ് ഞങ്ങൾക്ക് സന്തോഷമുള്ള കാര്യം. പക്ഷെ എപ്പോ ഇടും എന്നുള്ളത് ഓർക്കാരുടെ കൺവീനിയൻസ് ആണ്. പക്ഷെ എന്തായാലും തീർച്ചയായും ഷെയർ ചെയ്യും. അപ്പൊ എന്തായാലും ചേട്ടാ, താങ്ക് യു സോ മച്ച് ഫോർ ദ ബ്ലെസ്സിങ്സ് ആൻഡ് വിഷസ്. ഇപ്പൊ പാട്ട് കേട്ടെ, ആർക്കാണ് പാട്ട്?
അല്ലെങ്കിൽ താലി കെട്ടാൻ വേണ്ടി കാത്തിരിക്കുന്ന പെണ്ണിന്റെ മനസ്സും മഴവില്ല് പൂത്തുലഞ്ഞ ആകാശവും ഒരുപോലെയാണ്. നിറങ്ങളിലുള്ള സ്വപ്നങ്ങളും ഭാവങ്ങളുമാണ് മംഗല്യ നാൾ വന്നു കാണുവാൻ കാത്തിരിക്കുന്ന മലയാള മംഗന്മാർക്ക് വേണ്ടി സ്നേഹപൂർവ്വം സമ്മാനിക്കുന്നു നെക്സ്റ്റ് സോങ് ഈഷ് സുന്ദർ. താങ്ക് യു സോ മച്ച്, സോ സ്വീറ്റ്. അപ്പൊ എന്തായാലും അനീഷേട്ടനും നമുക്ക് ഈ പറഞ്ഞ പോലെ ഈ വർഷം ഇനി കല്യാണം കഴിക്കാൻ പോകുന്ന എല്ലാ പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടും നമുക്ക് വേണ്ടിയിട്ടും ഒരു ബ്യൂട്ടിഫുൾ രാജകീയ പദവി ആയിരിക്കും. അതെ, അതുപോലെ കസിൻസിനൊക്കെ നമ്മളെ അമ്മാടെ അടുത്തടുത്ത് അപ്പൊ ആർക്കും വേണ്ട നമ്മളെ പാട്ട് വെച്ചേരേണ്ടത്? ഓ ആയിക്കോട്ടെ. അപ്പൊ അച്ഛനും അമ്മയ്ക്കും വേണ്ടി നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് നമ്മൾ വെച്ചുതരാം കേട്ടോ. താങ്ക് യു ഡാർലിംഗ്, താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. അപ്പൊ എന്തായാലും